കരയോഗക്കാരെയൊക്കെ അറിയിച്ചാൽ. കരയോഗക്കാരൊക്കെ വരും, അറിയിക്കുക. പിന്നെ ദഹനത്തിനുള്ള ഏർപ്പാടൊക്കെ ആക്കിയിട്ടുണ്ടല്ലേ? അതൊക്കെയാണ്, അത് കരയോഗക്കാരിട്ടുണ്ട്. ആരെങ്കിലൊക്കെ വരാനുണ്ടോ? ആര് വരാനാ? നമ്മളൊക്കെ തന്നെ ഇവിടെ എപ്പോഴും കാണുകയൊക്കെ ചെയ്യുന്നു. ആ ഒരു കാര്യത്തിൽ ഇനി ബാക്കിയുള്ള കാര്യത്തിനും കൂടെ കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ ഇവിടുന്ന് പോകാൻ പറ്റും. എല്ലാത്തിനും കൂടെ നിൽക്കണം. അയ്യോ അമ്മ. അയ്യോ അയ്യോ. മെമ്പറെ, ആ മെമ്പറെ കാണണമെന്ന് പറഞ്ഞത്. ചേട്ടൻ വാ, ഇരിക്ക്. വേണ്ട, ഞാനിവിടെ നിന്നോളാം. അതിപ്പോ ഗോപിച്ചേട്ടാ, ഗോപിച്ചേട്ടൻ എല്ലാം കൂടി ഇപ്പൊ എത്ര പട്ടികൾ കാണും? അത് പിന്നെ ഞാൻ വളർത്തുന്നതും വീട്ടിൽ വന്ന് കയറിയതെല്ലാം കൂടെ ഒരു 10-12 എണ്ണം കാണും അല്ലയോ? 12 പട്ടികൾ. പ്രശ്നമാണല്ലോ ഗോപിച്ചേട്ടാ. പ്രശ്നം അല്ല, അത് നമുക്ക് പരിഹരിക്കാം. ഗോപിച്ചേട്ടാ, ഇന്നലെ പഞ്ചായത്ത് കമ്മിറ്റി ആയിരുന്നു. പ്രധാന വിഷയം ഗോപിച്ചേട്ടന്റെ പട്ടികൾ തന്നെ ആയിരുന്നു. മെമ്പറെ, ഗോപിച്ചേട്ടാ, ഈ പരിസരവാസികളൊക്കെ പരാതി കൊടുക്കുമ്പോഴേ ഞങ്ങള് പാവം മെമ്പർമാരെന്ത് ചെയ്യാനാ? ഞങ്ങൾ ഈ പൊതുജനങ്ങളുടെ ഇടയിലൊക്കെയുള്ള ആളുകളില്ലേ ചേട്ടാ. അതിനിപ്പോ ഞാനിപ്പോ എന്ത് ചെയ്യാനാ മെമ്പറെ? പട്ടികളെ വളർത്തുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ അതിന് അതിൻ്റെതായ രീതി വളർത്തും. ഇതിനൊക്കെ എന്തെല്ലാം അസുഖമുണ്ടെന്ന് ആർക്കറിയാം. ചേട്ടാ, നല്ല വെറ്റിനറി ഡോക്ടറെ കൊണ്ടുവന്ന് ഇതിനൊക്കെ അസുഖമില്ലെന്ന് ഉറപ്പുവരുത്തി ഉറപ്പുള്ള കൂടുണ്ടാക്കി നല്ല ആഹാരവും കൊടുത്ത് ആർക്ക് ശല്യമില്ലാതെ വളർത്തണം. മനസ്സിലായോ? മെമ്പറെ, മെമ്പർക്ക് അറിയാമല്ലോ, എനിക്കതിനുള്ള ആവതൊന്നുമില്ല. ആരുമില്ലാത്ത അനാഥ പട്ടികൾക്ക് വീട്ടിൽ വരുമ്പോ എന്തെങ്കിലും കൊടുക്കുന്നല്ലേ ഉള്ളൂ. അതൊരു തെറ്റാണോ മെമ്പറെ? മെമ്പറെ, ഈ അലഞ്ഞിരിഞ്ഞ് കിടക്കുന്ന പട്ടികളെയൊക്കെ സംരക്ഷിക്കേണ്ടത് പഞ്ചായത്തിന്റെ കടമയല്ലേ? ആഹാ, ഞാൻ കുറച്ച് മര്യാദ കാണിച്ചപ്പോ നിരങ്ങി ഞാൻ കേറുവാണല്ലോടോ. എല്ലാത്തിനെയും വെടിവെച്ചു എന്ന് പറയാം ഞാൻ. മെമ്പറെ, മിണ്ടാപ്രാണികളൊക്കെ വെടിവെച്ച് കൊല്ലുന്നതിന് അതിൻ്റെതായ നിയമങ്ങളൊക്കെ ഉണ്ടെന്ന് ഒടിയന്റെ ചായക്കട പറയുന്ന കേട്ടല്ലേ? നിർത്തണോ തന്റെ തൊലിഞ്ഞ കുറെ നിയമങ്ങള്. ആ കോശിയുടെ 5 വയസ്സുള്ള കൊച്ചിനെ പട്ടി അടിച്ച് കീറിയപ്പം തന്റെ പൊടിയന്റെ നിയമങ്ങളൊക്കെ എവിടെ ആയിരുന്നോ? തൊലിഞ്ഞ കുറെ നിയമങ്ങളുമായിട്ട് ഇറങ്ങിയേക്കുന്നു. നിനക്ക് ഞാൻ ശരിയാക്കി തരാം. ഓടോ പന്ന കൊറേ പട്ടിപ്രേമികൾ ഇറങ്ങിയേക്കുന്നു. ഗോപിച്ചേട്ടനോ? ഞാൻ കരുതി ചേട്ടൻ ഇന്ന് വരില്ലായിരിക്കും. താമസിച്ചു പോയി. താമസിച്ചാലും എനിക്ക് വരാതിരിക്കാൻ പറ്റൂ? അത് പിന്നെ എനിക്കറിയില്ലേ. ചേട്ടൻ ചായ കുടി. ഗോപിച്ചേട്ടാ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അതോ അതെല്ലാം മറന്നോ? ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ ഇയാള്? അല്ല മോനെ കോശി, ചേട്ടൻ വേണ്ടതൊക്കെ ചെയ്യും. നിന്നെ ഏടാ വക്കാലത്തിന് വിളിച്ചത്? നീ പോടാ. അല്ലെങ്കിൽ നിന്നെ പോലുള്ളവന്മാരെ ഇതിനൊക്കെ വക്കാലത്ത് പിടിക്കാൻ വരുന്നത്. അവൻ പക്ഷം പിടിക്കാൻ വന്നേക്കുന്നു. ഞാൻ വേണ്ടത് ചെയ്യാൻ കോശി. എനിക്ക് അല്പം കൂടെ സമയം വേണം. വെറുതെ പൊടിയനോട് വഴക്കുണ്ടാക്കണ്ട. ഇനി വഴക്കിനൊന്നും ഞാൻ വരുന്നില്ല. മുഴുവൻ എണ്ണത്തിനെ ഞാൻ തല്ലിക്കൊന്നോളയും. മഹാഭാവം ചെയ്യല്ലേ എന്റെ കോശി. മഹാഭാവോ? നീ എന്തോ പറയുന്നേ? അപ്പൊ ഇവിടെ മനുഷ്യന് ഇത്ര വിലയുള്ളൂ? അല്ലേ തന്നെ തനിക്കെന്തുവാ? ഇതിലൊക്കെ ലാഭം മാത്രമല്ലേ ഉള്ളൂ?
എടാ എന്റെ പൊടി കൊച്ചിനെയാണ് ഇയാളുടെ പട്ടി കടിച്ച് പറിച്ചത്, അറിയാമോ? മോനെ അതിന് ഗോപിച്ചേട്ടൻ എന്ത് വിളിച്ചു? കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോകാനും കുത്തിവയ്പ് എടുക്കാനും അദ്ദേഹം അല്ലേ കൂടെ നിന്നത്? ഹോ, വലിയ കാര്യമായിപ്പോയി കൂടെ വന്നു. എടാ ഇയാൾക്ക് പട്ടി എന്ന് പറഞ്ഞാൽ പ്രാന്താണ്. ഒന്നും രണ്ടും ആണോ നാട്ടിലുള്ള എല്ലാ പട്ടികളെ വീട്ടിൽ കൊണ്ടിട്ടേക്കുന്നത് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി? അടിച്ച് പല്ല് പറിക്കേണ്ട സമയം കഴിഞ്ഞു അവരെയൊക്കെ. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം, നീ ഉപദ്രവിക്കല്ലേ. എടാ നീ പോണ എല്ലാം മനസ്സിലാക്കാൻ ഇയാൾക്ക് കൊള്ളാം കേട്ടല്ലോ. അവന്റെ ഒരു പട്ടി ഥു. ചേട്ടാ ഗോപിച്ചേട്ടാ, ആൾക്കാരൊക്കെ പറയുന്നത് ശരിയല്ലേ? ഇതിപ്പോ എത്രാമത്തെയാ? ചേട്ടൻ ഇതിനെയൊക്കെ പറയാൻ ആർക്കെങ്കിലും പൊടി ചേട്ടാ. പൊടിയ നിനക്കറിഞ്ഞൂടെ കാര്യങ്ങള്? ആ കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ ആർക്ക് കൊടുക്കാനാ? ആർക്ക് അവരെ ആവശ്യം? ചേട്ടാ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? കോശു പറഞ്ഞാലും കാര്യമല്ലേ? അവന്റെ കുഞ്ഞിനെ അല്ലേ പട്ടി കടിച്ചത്? അവന് ദണ്ണം കാണത്തില്ലേ? ചേട്ടാ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ചേട്ടന്റെ അയൽക്കാരൊക്കെ പഞ്ചായത്തിൽ പരാതി കൊടുത്തിരിക്കുക. വല്ല കേസോ പുക്കാറൊക്കെ ആയാൽ എന്ത് ചെയ്യും? നോക്കാം, എന്റെ മക്കൾക്കുള്ളതാ. ഞാൻ പോട്ടെ. ആ പറ്റിലെഴുതിക്കോ, പെൻഷൻ കിട്ടുമ്പോ ഓ തരാം. ശരി ശരി. അപ്പോ കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. നാളെ രാവിലെ 10 മണിക്ക് താൻ സ്റ്റേഷനിലെത്തണം. CI വന്ന് കാണണം. നീ കാരണം വലിയ തലവേദനയാണല്ലോടാ, കുറെ പട്ടിയും പൂച്ചയും. ഇയാള് വരത്തില്ല സാറേ, പഠിച്ച കള്ളനാ. നമ്മൾ നാട്ടുകാർ കൈവച്ചാലേ മാറിയിക്കടാ, മാറിയിക്കടാ അങ്ങോട്ട്. സാറേ ഇയാളെന്റെ 5 വയസ്സായി കുഞ്ഞിനെ പട്ടിയെ വിട്ട് കടുപ്പിച്ച ആളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. നീ അങ്ങോട്ട് മാറിയിക്കടാ. സാറ് നോക്കിയേച്ചാ മതി. ഓരോരോ മാരണങ്ങള്. നാളെ സ്റ്റേഷനിലെത്തേക്കണം, മനസ്സിലായോ? എന്നെ ഇനി ഒരു വരവും കൂടെ വരുത്തിക്കരുത്. വേണ്ടേ, ഇവനെ രാവിലെ ഞാൻ പറഞ്ഞു വിട്ടേക്കണം. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം കേട്ടോ. ശരി സാറേ. രാവിലെ ആവട്ടെ, അവനെ ഞാൻ ചവിട്ടിക്കൂട്ടും. മനുഷ്യ, നിങ്ങളുടെ പട്ടിപ്രേമം കാരണം എനിക്ക് പുറത്തോട്ടിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ഈ പുല്ലിനെല്ലാം കൊണ്ട് കളയാൻ നോക്ക്. പോലീസും കേസും ആകെ നാണക്കേടായിരിക്കുക. ലളിതേ, പട്ടീന്ന് വിളിക്കാതെടി, അതെന്റെ മക്കളാടി. ആ, അധികം താമസിക്കാതെ മക്കളെ അപ്പനെയും നാട്ടുകാർ ശരിയാക്കിക്കോളും. അപ്പോഴേ ഇയാള് പഠിക്കത്തുള്ളൂ. ലളിതേ, ഞാനും ഒരിക്കൽ ഈ പട്ടികളെ പോലെ അനാഥനായിരുന്നടി. ആരുമില്ലാത്തവനായിരുന്നു. എന്തു പറഞ്ഞാലും ഒരു പഴംപുരാണങ്ങള്. ലളിതേ, ഈ മിണ്ടാ പ്രാണികൾക്ക് ഇച്ചിരി ആഹാരം കൊടുക്കുന്നത് പുണ്യമല്ലൂടി. ദൈവം നമുക്ക് മക്കളെയോ തന്നില്ല. എവരെയെങ്കിലും സ്നേഹിച്ച് നമുക്ക് ജീവിച്ചൂടെ? ദേണ്ടേ, ഞാനൊരു കാര്യം പറയുക. ഈ വയസ്സാം കാലത്തെ ഇതിന്റെ പേരിലെ ജയിലിൽ പാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇയാൾ ഈ പട്ടികളെ കെട്ടിപ്പിടിച്ചോണ്ട് ഇവിടെ കിടന്നു. ഞാൻ എവിടോട്ടെങ്കിലും ഇറങ്ങിപ്പോവും. വേണ്ടേ, ഇത് കണ്ടല്ലോ, വിഷമായത്. ഒന്നുകിൽ ഈ പട്ടികളെ എല്ലാം ഞാൻ കൊല്ലും, ഇല്ലെങ്കിൽ ഇത് കഴിച്ച് ഞാൻ ചാവും. സത്യമായി ഞാൻ ഈ പറയുന്നു. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എല്ലാത്തിനെയും വെടിവെച്ചു എന്ന് പറയും ഞാൻ. അടിച്ച് പല്ല് പറിക്കേണ്ട സമയം കഴിഞ്ഞു അവന്റെയൊക്കെ. ഇത് കണ്ടല്ലോ, വിഷമായത്. മക്കളെ നമ്മളെ ആർക്ക് വേണ്ടടി? മക്കളൊന്നും ആരെങ്കിലൊക്കെ വരാനുണ്ടോ? ഓ, അയാൾക്ക് മക്കളൊന്നുമില്ല. തെരുവിലെ പട്ടിയും പൂച്ചയൊക്കെ ആയിരുന്നു അയാളുടെ മക്കൾ. തെരുവ് നായ്ക്കൾക്ക് വേണ്ടി ജീവിച്ചു തെരുവ് നായയായി മരിച്ചു. കഷ്ടം. ആ, പിന്നെ ദഹനത്തിനുള്ള ഏർപ്പാടൊക്കെ ആക്കിയിട്ടുണ്ടല്ലേ? അതൊക്കെയാണ് അത് കരയിട്ടുണ്ട്. എല്ലാം ചെയ്ത് ഇന്നലെ കണ്ടവൻ. മിണ്ടാ പ്രാണികളുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് കഷ്ടം. അവർക്കൊക്കെ ഇനി ആരുണ്ട്? എല്ലാം തെരുവിലായി. കാണുന്നവനെ നാളെ കാണുന്നില്ല. ചെയ്യാൻ പറ്റും.
നമ്മളൊക്കെ ഇനി എന്നാന്നോ തന്നെ പോസ്റ്റൊക്കെ